ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഓണം സീരീസിൽ ഇന്ന് മോരുകറി ആയാലോ? ചേനയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ച് കലക്കി നല്ല ഒരു മോരുകറി ഉണ്ടാക്കാം. ആദ്യം ചേന ഉപ്പും മഞ്ഞളും ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിലിന് വേവിച്ചാൽ മതി. ചേന വെള്ളം ഒഴിച്ച് വേണം കേട്ടോ വേവിക്കാൻ. അരപ്പ് തയ്യാറാക്കാനായി കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. മിക്സി ജാറിലേക്ക് 1 പിടി തേങ്ങ, 5 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് ചെറുതായി ഒന്ന് ചതച്ചു കൊണ്ടുവരാം. 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് ഒന്നുകൂടി അരയ്ക്കാം. തേങ്ങ ഒരുവിധം അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചല്ല അരയ്ക്കുന്നത്, തൈര് ഒഴിച്ചാണ് അരയ്ക്കുന്നത്. തൈര് ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചുകൊണ്ട് വരാം. കുമ്പളങ്ങയോ വാഴക്കയോ ഇട്ടും നമുക്ക് മോരുകറി ഉണ്ടാക്കാം. നമ്മളിപ്പം ചേന ഉപയോഗിച്ചാണ് മോരുകറി ഉണ്ടാക്കുന്നത്. ചേന ഒരു വിസിലിന് വെക്കുമ്പോഴേക്കും നല്ലപോലെ വെന്തിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന ചേനയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുക്കർ തുറന്ന ശേഷം കറി കുറച്ച് സമയം അങ്ങനെ തിളച്ചോട്ടെ. നല്ലപോലെ തിളച്ച ശേഷം അരപ്പ് ഇതിലോട്ടിട്ട് കൊടുക്കാം. ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. അരപ്പ് ചേർത്ത ശേഷം കറി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ചേന കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല തിക്നെസ്സും ടേസ്റ്റും കിട്ടും. തേങ്ങ ചേർത്ത ശേഷം കറി നല്ലപോലെ തിളയ്ക്കണം. കറിക്ക് തിക്നെസ് കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്ത ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് തിളപ്പിക്കരുത്, ഒന്ന് ചൂടായാൽ മാത്രം മതി. കറിയിലേക്കൊന്ന് താളിച്ച് ചേർക്കാനായി കുറച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചിടണം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം മറന്നുപോയി, താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന്റെ തൊട്ടു മുൻപ് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1 നുള്ളു മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കറിയുടെ ചന്തവും ടേസ്റ്റും കൂട്ടും. അപ്പൊ ഈ ഓണത്തിന് രസവും സാമ്പാറും കൂടാതെ ഈ മോരുകറി കൂടി ഉണ്ടാക്കാലോ. എന്നും പറയുന്നത് പോലെ ലൈക്ക്, ഷെയർ, കമന്റ് ഒന്നും ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം. ബൈ.